ആദ്യം കാണിക്കുന്നത് ബ്ലാക്ക് വിഡോ യെലന. ഇവളെ അറിയാലോ, നമ്മുടെ നതാഷ റോമനോഫിന്റെ സിസ്റ്റർ ആണ് ഇവള്. ഇവളിപ്പോ ഒരു മിഷന് വേണ്ടി വന്നിരിക്കുകയാണ്. ഓക്സ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. പലതരത്തിലുള്ള എക്സ്പെരിമെന്റ് നടത്തുന്ന പല ലാബുകൾ അവർക്ക് സിറ്റിയിലുണ്ട്. അതിൽ ഒരു ലാബ് തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവള് വന്നിരിക്കുന്നത്. ഈ ലാബിനകത്ത് സെൻട്രി എന്ന പേരിൽ ഒരു സൂപ്പർ ഹ്യൂമൻ എക്സ്പെരിമെന്റ് നടന്നിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ മൊത്തം നശിപ്പിക്കണം. ഇതാണ് ഇവളുടെ മിഷൻ. ഇവളുടെ ബോസിന്റെ പേര് വാലന്റീന എന്നാണ്. അവളാണ് ഇപ്പൊ യെലനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. യെലന ലാബിന്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ കുറെ സെക്യൂരിറ്റീസ് ഒക്കെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ യെലന അവന്മാരെ എല്ലാത്തിനും ഇടിച്ചു വീഴ്ത്തുകയാണ്. അങ്ങനെ അവിടെയുള്ള അവന്മാരൊക്കെ ഇടിച്ചിട്ടതിന് ശേഷം ആ ലാബ് തകർക്കാൻ വേണ്ടി അവളൊരു ബോംബ് എടുത്തു. ഈ സമയത്താണ് അവിടുത്തെ ഒരു സയന്റിസ്റ്റ് അങ്ങോട്ട് വരുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം വാലന്റീന പറഞ്ഞയച്ചല്ലേ നിന്നിങ്ങോട്ട്, അവള് കാണിക്കുന്നത് വലിയൊരു മിസ്റ്റേക്കാണ്. ഈ ലോകത്തെ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ സെൻട്രി എന്ന പേരുള്ള സൂപ്പർ ഹ്യൂമൻ പരീക്ഷണം ഇവിടെ നടത്തിയത്. എന്നാൽ അവക്ക് തെറ്റി. ഈ പരീക്ഷണം കാരണം ലോകം നശിക്കത്തേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ അതിനൊരു ബ്രേക്ക് ത്രൂ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഇവിടെയുള്ള കാര്യങ്ങളൊന്നും നശിപ്പിക്കരുത്. വാലന്റീനയ്ക്ക് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്നൊക്കെയാണ് ആ സയന്റിസ്റ്റ് ഇങ്ങനെ പറയുന്നത്. എന്നാൽ യെലനെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൾ ഓടി ചെന്നിട്ട് ആ സയന്റിസ്റ്റിനെ പിടിച്ചിടിക്കുകയാണ്. അങ്ങനെ മൊത്തം ആൾക്കാരെ അവിടെ ഇടിച്ചു വീഴ്ത്തിയതിനു ശേഷം അവിടെ ബോംബും വെച്ചിട്ട് അവൾ ആ ബിൽഡിങ്ങിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ അവൾ വെളിയിലേക്ക് ഇറങ്ങിയതും ആ ബിൽഡിങ്ങിൽ ആ ഫ്ലോർ മാത്രം പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ വാലന്റീന പറഞ്ഞതുപോലെ ആ ലാബിലുണ്ടായിരുന്ന മുഴുവൻ തെളിവുകളും ഇപ്പൊ യെലനെ നശിപ്പിച്ചു. ഇനി കാണിക്കുന്നത് നമ്മുടെ ബക്കി. ഇവനിപ്പോ പൊളിറ്റിക്സിലാണ്. ഇന്നിപ്പോ ഇവിടെ ഒരു ഹിയറിംഗ് നടക്കുന്നുണ്ട്. അതിനുവേണ്ടി വന്നിരിക്കുകയാണ് അവൻ. ഈ ഹിയറിംഗ് നടത്തുന്നത് മറ്റാരുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വാലന്റീന. അവളെയാണ് അവിടെയുള്ള കോൺഗ്രസ്മാൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാലന്റീന എന്ന് പറയുന്നത് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് CIAയുടെ ഡയറക്ടറായിട്ടാണ്. എന്നാൽ ആദ്യം ഇവള് ഓക്സ് എന്ന ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിരുന്നു. ഇപ്പൊ ഓക്സ് ലബോറട്ടറിയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് അവരിപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ എന്തൊക്കെയോ ഇല്ലീഗൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന്. അയാൾ ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ വാലന്റീന പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള പരിപാടികളും ഓക്സ് ലാബിൽ നടക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ, നമുക്കിപ്പോ ഒരു അവഞ്ചേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും ആൾക്കാരില്ല. അതുകൊണ്ട് ഞാൻ പുതിയൊരു അവഞ്ചേഴ്സിന് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ആ ലാബിൽ നടത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്താം എന്നൊക്കെയാണ് വാലന്റീന പറയുന്നത്. അങ്ങനെ ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അവൾ വെളിയിലേക്ക് ഇറങ്ങി. അവളുടെ അസിസ്റ്റന്റ് ആയ മെല്ലെ അവളുടെ കൂടെയുണ്ട്. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കോ എന്നവൾ പറഞ്ഞെങ്കിലും അവൾ നല്ല ടെൻഷനിലാണ്. കാരണം അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണെങ്കിൽ ഇവൾ ഉറപ്പായിട്ടും പെടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാബിലുള്ള മുഴുവൻ കാര്യങ്ങളും മാറ്റണം എന്നാണ് അവൾ അവളുടെ അസിസ്റ്റന്റ് ആയ മെല്ലിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ സമയം രാത്രി യെലന നേരെ പോയിരിക്കുന്നത് അവളുടെ അച്ഛന്റെ അടുത്തേക്കാണ്. റെഡ് ഗാർഡിയൻ അല്ലെങ്കിൽ അലക്സി. പുള്ളി ഇപ്പൊ ഈ സൂപ്പർ ഹ്യൂമൻ പരിപാടിയൊക്കെ വിട്ടിട്ട് ഇപ്പൊ ലിമോസിന് ഓടിക്കുന്ന പണിയാണ്. ഇപ്പൊ അപ്രതീക്ഷിതമായിട്ട് യെലന അങ്ങോട്ട് വന്നു കണ്ടപ്പോൾ അലക്സി ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ നിനക്ക് പുതിയൊരു അസൈൻമെന്റ് കിട്ടിയല്ലേ, എന്നെ സഹായത്തിന് വിളിക്കാനാണോ നീ വന്നിരിക്കുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, ഇല്ല അലക്സി, ഞാൻ ഈ പരിപാടിയൊക്കെ വിടുകയാണ്, എനിക്ക് ഇതിൽ നിന്നൊന്നും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാണ് യെലന പറയുന്നത്. അവളത് പറയുമ്പോൾ അയാൾക്ക് വല്ലാത്ത വിഷമമായി. അയാളിപ്പം അവളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഉപദേശിക്കുകയാണ്. മെയിനായിട്ട് അയാൾ പറയുന്നത് മരിച്ചുപോയ നതാഷയെ കുറിച്ചാണ്. അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇതിൽ നിന്നൊന്നും പിന്തിരിയാൻ നിന്നെ സമ്മതിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഇതിൽ നിന്നൊന്നും പിന്മാറരുത് എന്നൊക്കെയാണ് റെഡ് ഗാർഡിയൻ അവളുടെ അടുത്ത് പറയുന്നത്. അച്ഛനിങ്ങനെ വളരെ സെന്റി അടിച്ചതൊക്കെ പറയുമ്പോൾ അവൾ അവളുടെ തീരുമാനം മാറ്റി. ഈ സമയത്താണ് വാലന്റീന അവളെ വിളിക്കുന്നത്. അവളിപ്പം പുതിയൊരു അസൈൻമെന്റ് യെലനയ്ക്ക് കൊടുക്കുകയാണ്. അതായത് ഒരു മലയുടെ മുകളിലായിട്ട് ഓക്സ് ഗ്രൂപ്പിന്റെ ഒരു വെയർഹൌസ് ഉണ്ട്. ഈ ഓക്സ് ഗ്രൂപ്പിന്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ വെയർഹൌസിനകത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇന്റലിജൻസിലെ ആൾക്കാരൊക്കെ ഒരാളെ ആ വെയർഹൌസിന്റെ അകത്തേക്ക് അയച്ചിട്ടുണ്ട്. എന്തോ ചില സാധനങ്ങളൊക്കെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട്. അത് യെലനെ കണ്ടുപിടിക്കണം, എന്നിട്ട് അയാളെ കൊന്നു കളയണം. അതാണ് വാലന്റീന യെലനയ്ക്ക് കൊടുക്കുന്ന പുതിയ അസൈൻമെന്റ്. അതിനെ തുടർന്ന് യെലന ഇപ്പൊ ആ വെയർഹൌസിലെത്തി. അവൾ അതിന്റെ മുമ്പിൽ എത്തുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ അയാൾ അതിന്റെ അകത്തേക്ക് കയറുന്നതാണ് അവൾ കാണുന്നത്. അതൊരു ലേഡി ആയിരുന്നു. എന്നാൽ അവൾ ഒരു സൂപ്പർ ഹ്യൂമൻ ആണ്. അവൾക്ക് ഇൻവിസിബിൾ ആവാനുള്ള കഴിവുണ്ട്. ഇവളുടെ പേര് ഏവ എന്നാണ്. അങ്ങനെ ഏവ അകത്തേക്ക് കയറി ഉടനെ തന്നെ യെലനി അവളുടെ പുറകെ പോയി. എന്നിട്ട് അവൾ ഇപ്പം ഏവയെ അവിടെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്നാൽ ആ ഏരിയയിലൊക്കെ സെർച്ച് ചെയ്തിട്ടും യെലനയ്ക്ക് ഏവയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ സമയത്താണ് അവിടെ നിന്ന് ചില പേപ്പേഴ്സ് ഒക്കെ യെലനയ്ക്ക് കിട്ടുന്നത്. ഇത് ആ സെൻട്രി എന്ന പേരുള്ള സൂപ്പർ ഹ്യൂമൻ എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട പേപ്പറാണ്. ആ പേപ്പേഴ്സ് ഒക്കെ അവൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ജൂനിയർ ക്യാപ്റ്റൻ അമേരിക്ക കണ്ടുവരുന്നത്. ഇവന്റെ പേര് വാക്കർ എന്നാണ്. വന്ന ഉടനെ തന്നെ അവൻ യെലനയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവളാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. കാരണം ഇവനെ പോലെ ഒരുത്തിന് ഇതിനകത്തുണ്ടാവും എന്ന കാര്യം വാലന്റീന അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിലാണ് വേറൊരു സൂപ്പർ ഹീറോ കണ്ടുവരുന്നത്. ഇവളുടെ പേര് ആന്റോണിയ എന്നാണ്. എന്നാൽ അവള് വന്ന ഉടനെ യെലനെ ഒന്നും ചെയ്യുന്നില്ല. അവള് വാക്കറുമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട ഏവ എന്ന പേരിലെ ലേഡി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ഇപ്പൊ ഒരു കിടിലം ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഫൈറ്റിനിടയിലാണ് ഏവ വന്നിട്ട് ആന്റോണിയോനെ കൊന്നുകളയുന്നത്. ഏവ ആന്റോണിയോനെ വെടിവെച്ച് വീഴ്ത്തിയത് കാണുമ്പോൾ ബാക്കി രണ്ടുപേരും അവളെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് വേറൊരുത്തൻ അങ്ങോട്ട് വരുന്നത്. എന്നാൽ അവനെ കണ്ടിട്ട് ഒരു സൂപ്പർ ഹീറോയുടെ ലുക്കൊന്നുമില്ല. ഇവന്റെ പേര് ബോബ് എന്നാണ്. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ ആ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അവൻ ആകെ അറിയാവുന്നത് അവന്റെ പേര് മാത്രമാണ്. പക്ഷെ അവര് ചിന്തിക്കുന്നത് ഒരു സൂപ്പർ ഹീറോ അല്ലാഞ്ഞിട്ട് ഇവൻ എങ്ങനെ ഇതിനകത്തേക്ക് കയറി പറ്റിയതാണ്. അങ്ങനെ അവൻ അവരുടെ മുന്നിലേക്ക് വന്നതും ആ റൂമിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനുള്ള മുഴുവൻ വാതിലുകളും ക്ലോസ് ആയി. അതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് എല്ലാവരും. ഇതേ സമയം തന്നെ വാലന്റീനയും ടീമും ഒരു മ്യൂസിയത്തിൽ നിൽക്കുകയാണ്. ആ കോൺഗ്രസ്മാനും ടീമും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ബക്കിയും ഉണ്ട്. അവൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്.
ഈ കോൺഗ്രസ്മെൻ എല്ലാവരും ഇപ്പൊ വാലന്റീനയെ സംബന്ധിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനിലാണ്. അതിനു വേണ്ടിയിട്ടാണ് അവരെല്ലാവരും അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ബക്കി നേരെ പോയിരിക്കുന്നത് വാലന്റീനയുടെ അസിസ്റ്റന്റ് ആയ മെല്ലിന്റെ അടുത്തേക്കാണ്. ഇവളൊരു നല്ല ആളാണ് എന്ന കാര്യം അവന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവളുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം ഈ വാലന്റീൻ എന്തൊക്കെ ഉടായ്പകൾ കാണിക്കുന്നുണ്ടെന്ന്. ഇപ്പം നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറഞ്ഞു തരത്തില്ല എന്നും അറിയാം. ഇനി എന്തെങ്കിലും നിനക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള എവിഡൻസ് എന്തെങ്കിലും എനിക്ക് തരാനുണ്ടെങ്കിൽ എന്റെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനൊരു കാർഡ് എടുത്ത് അവൾക്ക് കൊടുത്തു. ഈ സമയം യെലനയും കൂട്ടരും ആ റൂമിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. അതായത് വാലന്റീന തന്നെയാണ് എല്ലാവരും അതിനകത്തേക്ക് അയച്ചിരിക്കുന്നത്. കാരണം ഇവരെല്ലാവരും അവളെ സംബന്ധിച്ച് തെളിവുകളാണ്. അതുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊന്നു കളയണം. അതിനു വേണ്ടിയിട്ടാണ് അവൾ എല്ലാവരെയും ഇപ്പൊ ആ റൂമിനകത്ത് പെടുത്തിയിരിക്കുന്നത്. അത് മനസ്സിലായതുകൊണ്ട് തന്നെ ഏവ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇതൊക്കെയാണല്ലോ വാലന്റീനയുടെ പരിപാടി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അവിടെ നിൽക്ക്, ഞാൻ ഇവിടുന്ന് പോവാന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് അദൃശ്യമായിട്ട് നടക്കാൻ തുടങ്ങി. എന്നാൽ അവക്കും വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അവൾ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് വല്ലാത്തൊരു ശബ്ദം ഉണ്ടാവുന്നത്. അത് അവിടെ നിൽക്കുന്ന ആർക്കും താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഏവയ്ക്കും ഇപ്പൊ അതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇതേ സമയം തന്നെ മെല്ലാണെങ്കിൽ നേരെ വാലന്റീനയുടെ അടുത്തെത്തി. അവളിപ്പോ വാലന്റീനയുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞതുപോലെ യെലനയും കൂട്ടരെയും നമ്മൾ ആ റൂമിന്റെ അകത്താക്കിയിട്ടുണ്ട്. അവർക്ക് ഇനി അവിടെ നിന്ന് വെളിയിലേക്ക് കിടക്കാൻ പറ്റത്തില്ല. ഇനി എന്താണ് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്നാണ് മെല്ലെ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഉടനെ തന്നെ എല്ലാത്തിനെയും കത്തിച്ച് കളഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് വാലന്റീൻ അവളുടെ കയ്യിൽ നിന്ന് ആ ടാബ് മേടിക്കുകയാണ്. അങ്ങനെ അവൾ ആ ടാബിൽ ഞെക്കിയതും യെലനയും കൂട്ടരും നിൽക്കുന്ന റൂമിനകത്ത് അലാറം അടിക്കാൻ തുടങ്ങി. ഇപ്പൊ അവിടെ 2 മിനിറ്റ് ടൈമർ കാണിക്കുന്നുണ്ട്. അതായത് 2 മിനിറ്റിനുള്ളിൽ ആ റൂമിലുള്ള സകല സാധനങ്ങളും കത്തിപ്പോവും. അത് മനസ്സിലായതും ഇനി എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പുറത്തേക്ക് കടക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് വാക്കർ ഒരു കാര്യം കാണുന്നത്. അതൊരു മനുഷ്യനെ കടത്തുന്ന ഒരു പെട്ടിയാണ് ഈ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തുന്നത്. അതിനകത്ത് നിന്നാണ് ആ ബോബ് വെളിയിലേക്ക് വന്നിരിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ബോബിന് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ വാക്കർ അതിനെക്കുറിച്ച് ബോബിനോട് ചോദിക്കാനും പോകുന്നില്ല. അവനിപ്പോ എങ്ങനെ അതിനകത്ത് നിന്ന് വെളിയിലേക്ക് കിടക്കാൻ പറ്റും എന്നാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ആ സെർച്ചിനൊടുവിൽ ആ സൗണ്ട് ഉണ്ടാക്കുന്ന സാധനത്തിന്റെ സെറ്റപ്പ് അവർ കണ്ടെത്തി. വാക്കർ ഉടനെ തന്നെ അത് മൊത്തം തകർത്ത് കളഞ്ഞു. അതോടുകൂടെ ആ സൗണ്ട് ഉണ്ടാവുന്നൊക്കെ നിന്നു. ഇനിയിപ്പം ഏവയ്ക്ക് വെളിയിലേക്ക് കിടക്കാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് തന്നെ ഏവ അദൃശ്യമായിട്ട് ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം അവൾ പുറത്തു നിന്നും ആ ഷട്ടർ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. അത് കണ്ടതും എല്ലാവരും വേഗം ഓടി പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അവർ പുറത്തേക്ക് ഇറങ്ങിയതും ആ റൂം മൊത്തത്തിൽ കത്തിപ്പിടിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവരും വെളിയിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. അങ്ങനെ തെറിച്ചു വീണ ഉടനെ തന്നെ യെലന കണ്ണു തുറക്കുമ്പോൾ അവൾ വേറെ എവിടെയാണ് നിൽക്കുന്നത്. അതായത് ഇത് അവളുടെ കുട്ടിക്കാലത്ത് സംഭവിച്ച ഒരു ഓർമ്മയാണ്. ഈ ഓർമ്മയിൽ അവൾ ഇപ്പോൾ ഉള്ളത് ആ ബ്ലാക്ക് വിഡോസിന്റെ ട്രെയിനിങ് പ്രകാരം ആ റെഡ് റൂമിനകത്താണ്. ഇവളുടെ ഒരു സ്കൂൾമേറ്റ് ഉണ്ട്, ആനി എന്നാണ് അവളുടെ പേര്. അവളെ ഒരുത്തൻ കൊന്നു കളഞ്ഞതാണ്. ഈ പ്രായമാവുന്നതുവരെ യെലന ഈ ഓർമ്മ ഇങ്ങനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവൾ എത്തി നിൽക്കുന്നതും ആ ഓർമ്മയിൽ തന്നെയാണ്. അങ്ങനെ ആ ഗൺമാൻ അങ്ങോട്ട് വന്നിട്ട് ആനിയെ വെടിവെച്ച് കൊന്നു കഴിയുമ്പോൾ പിന്നീട് അവളെ കാണുന്നത് അവളുടെ അടുത്ത് നിൽക്കുന്ന ബോബിനെയാണ്. അപ്പോഴേക്കും അവൾ കണ്ണു തുറക്കുകയും ചെയ്തു. ഇപ്പൊ അവള് കണ്ണു തുറക്കുമ്പോൾ അവൾ ബോബിന്റെ കൈ പിടിച്ചാണ് കിടക്കുന്നത്. അതിൽ നിന്നും ഇപ്പൊ ബോബിന്റെ കൈ ടച്ച് ചെയ്തുകൊണ്ടാണ് അവൾ ആ ഓർമ്മയിലേക്ക് എത്തിയത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേ സമയം തന്നെ മെല്ലാണെങ്കിൽ ആ റൂമിനകത്ത് നടന്ന കാര്യങ്ങളൊക്കെ CCTV ഫുട്ടേജ് വഴി വാലന്റീനയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവൾ നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ ബോബ് നിൽക്കുന്നുണ്ട്. മാത്രമല്ല അവരെല്ലാവരും ഒരു ടീമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഈ ബോബ് ആരാണ് എന്ന കാര്യം വാലന്റീനയ്ക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവള് പറയുന്നത് എത്രയും പെട്ടെന്ന് അവൻ ആരാണെന്ന് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് അവൻ നമ്മുടെ ആ ഫെസിലിറ്റിക്ക് അകത്തേക്ക് എത്തിയത്, ഇതൊക്കെ പെട്ടെന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് വാലന്റീന വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ ആ വണ്ടി ഓടിക്കുന്നത് റെഡ് ഗാർഡിയൻ ആണ്. അപ്പൊ ഈ വാലന്റീന തന്റെ മകളെ കൊല്ലാൻ നടക്കുകയാണ് എന്ന കാര്യം അയാൾക്ക് മനസ്സിലായി. അത് അയാൾക്ക് ശരിക്കും ഒരു ഞെട്ടലായിരുന്നു. ഇതേ സമയം തന്നെ വാക്കറും കൂട്ടരും ഇപ്പൊ ബോബിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവൻ എങ്ങനെയാണ് ഇതിനകത്തേക്ക് എത്തിയതെന്ന്. എന്നാൽ അവൻ പറയുന്നത് അതൊന്നും അവന് ഓർമ്മയില്ല. അവന്റെ ശരീരത്തിൽ നിന്ന് ആരൊക്കെ ബ്ലഡ് കുത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവന്റെ ബോധം പോയി. പിന്നീട് അവൻ കണ്ണു തുറക്കുമ്പോൾ അവൻ ഈ റൂമിനകത്താണ്. ഇത്രയും കാര്യങ്ങളെ അവനിപ്പോ ഓർമ്മയുള്ളൂ. അവരിങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചിട്ടും അത് തന്നെ അവന് പറയാനുണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം കൂടെ കാണുമ്പോൾ അവനെ കൂടുതൽ ടെൻഷൻ ആക്കണ്ടെന്ന് കരുതിയിട്ട് യെലൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ മാറ്റി നിർത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഈ സമയം അവൻ പറയുന്നതിൽ നിന്നും അവൻ അവളെപ്പോൾ തന്നെ ഒറ്റപ്പെടലിന്റെ വേദന ശരിക്കും അനുഭവിച്ചിട്ടുള്ള ആളാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ കൂടുതലൊന്നും ഇപ്പൊ അവനോട് ചോദിക്കുന്നില്ല. ഇതേ സമയം തന്നെ ബക്കിയാണെങ്കിൽ അവന്റെ വീട്ടിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് മെല്ല് വിളിക്കുന്നത്. അവളിപ്പോ അവനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ പറഞ്ഞതൊക്കെ കറക്റ്റാണ്, എന്റെ ബോസ് ഇല്ലീഗലായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ ജീവൻ അപകടമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എന്റെ ഫോൺ ട്രാക്ക് ചെയ്യും, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടിക്കോളും എന്ന് പറഞ്ഞിട്ട് മെല്ലെ ഫോൺ കട്ട് ചെയ്യുന്നു. ഇതേ സമയം തന്നെ യെലനയും കൂട്ടരും ആ ബിൽഡിംഗിൽ നിന്ന് വെളിയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. അവരിപ്പോ ഉള്ളത് മുകളിലേക്കുള്ള നല്ല ഉയരമുള്ള ഒരു ടണലിനകത്താണ്. പക്ഷെ അതിൽ പിടിച്ചു കയറാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ആ ടണലിൽ ചവിട്ടി മുകളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ വാലന്റീനയും മെല്ലും അവരുടെ ഹെലികോപ്റ്ററിലിരിക്കുകയാണ്. ഇപ്പൊ മെല്ല് ബോബിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും കണ്ടെത്തിയിട്ടുണ്ട്. അവളിപ്പം അതൊക്കെ വാലന്റീനയ്ക്ക് കാണിച്ചു കൊടുത്തു. അതെല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം വാലന്റീന പറയുന്നത്, ഓ അപ്പൊ ഇവൻ നമ്മുടെ ഒരു ടെസ്റ്റ് സബ്ജക്ട് ആയിരുന്നല്ലേ, പക്ഷെ എങ്ങനെ ഇവൻ നമ്മുടെ വാൾട്ടിനകത്തേക്ക് എത്തി എന്നാണ് വാലന്റീന ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ മരിച്ചു പോകേണ്ടതാണ്. അവനെയും അവനുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും നിങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും ഇവൻ ആ വാൾട്ടിനകത്തേക്ക് എത്തി. അതെങ്ങനെയാണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല എന്നാണ് മെല്ലോ പറയുന്നത്.
അതേക്കുമ്പോ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ ആ വോൾട്ടിന്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ആ സൂപ്പർ ഹ്യൂമൻ എക്സ്പെരിമെന്റ് സർവൈവ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് വലന്റീന വളരെ അത്ഭുതത്തോടെ പറയുന്നത്. ഇതേസമയം തന്നെ എലനയും കൂട്ടരും ആ ടണലിലൂടെ അങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ കയറി കഴിഞ്ഞ് അവർ ആ ടണലിന്റെ അവസാനത്തേക്ക് എത്തുമ്പോഴാണ് വാക്കർ പെട്ടെന്ന് മുകളിലേക്ക് ചാടുന്നത്. അതോടുകൂടെ ബാക്കിയുള്ള 3 പേരും താഴേക്ക് വീണു. ഈ സമയം ഏവ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിലുള്ള ഒരു ടൂൾ വെച്ചിട്ട് ആ ടണലിന്റെ ചുമരിൽ കുത്തിപ്പിടിച്ചു. അങ്ങനെ അവളിപ്പോ അവിടെ സ്റ്റെക്കായി. ഈ സമയം എലനയാണെങ്കിൽ അവളുടെ കാലിലേക്ക് കയറി പിടിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയം ബോബ് നേരെ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ എലൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിൽ റോപ്പ് ഷൂട്ട് ചെയ്തിട്ട് അവനെയും പിടിച്ചു. ഈ സമയം വാക്കർ ആണെങ്കിൽ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 പേരെ അവൻ വലിച്ചു കയറ്റി. ഇനിയിപ്പം ബോബ് മാത്രമേ ബാക്കിയുള്ളൂ. അവനെ വലിച്ചു കയറ്റാൻ വേണ്ടി വാക്കർ ബോബിന്റെ കയ്യിൽ പിടിച്ചു. എന്നാൽ കയ്യിൽ പിടിച്ചതും വാക്കർ ഇപ്പം അവന്റെ ഒരു ഓർമ്മയിലേക്ക് പോയിരിക്കുകയാണ്. അതായത് അവന്റെ കുട്ടിക്കാലത്ത് നടന്നൊരു സംഭവം. കുഞ്ഞു വാക്കർ അവിടെ ഒരു തൊട്ടിലിരിക്കുന്നുണ്ട്. അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വാക്കറിന്റെ അമ്മ അവന്റെ അച്ഛനെയാണ് ഏൽപ്പിച്ചത്. എന്നാൽ അച്ഛനാണെങ്കിൽ കുട്ടിയെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ഇതും കണ്ടുകൊണ്ടാണ് അവന്റെ അമ്മ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ കുട്ടിയെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അച്ഛനും അമ്മയും തമ്മിൽ വഴക്കായി. ഈ ഒരു ഓർമ്മയിലെ കാര്യങ്ങളാണ് വാക്കർ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ ആ ഓർമ്മയിൽ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ എലനെ വിളിച്ചതിനെ തുടർന്നിട്ടാണ് അവൻ സ്വബോധത്തിലേക്ക് വരുന്നത്. നിനക്കിത് എന്ത് പറ്റി? നീ ഇതെന്താ ആലോചിച്ച് നിൽക്കാണ് എന്നാണ് എലൻ അവന്റെ അടുത്ത് ചോദിക്കുന്നത്. ഏയ് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാണ് അവൻ മറുപടി പറയുന്നത്. അങ്ങനെ അവർ വേഗം തന്നെ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങാണ്. ഈ സമയത്താണ് ആ വാലന്റീനയും ടീമും അങ്ങോട്ട് വരുന്നത്. അവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ അതിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് എലൻ ഒരു ബോംബ് വെച്ചിട്ട് അവിടെ ബ്ലാസ്റ്റ് ചെയ്യുന്നത്. അതിനെ തുടർന്ന് ആ മിലിറ്ററിക്കാർ മൊത്തം അതിന്റെ അകത്തേക്ക് കയറി. അങ്ങനെ പെട്ടെന്ന് തന്നെ എലനയും ടീമും വന്നിട്ട് ആ മിലിറ്ററിക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ അവന്മാരൊക്കെ ഇടിച്ചിട്ടതിന് ശേഷം മിലിറ്ററിക്കാരുടെ ഡ്രസ്സും ധരിച്ചിട്ട് അവർ നൈസായിട്ട് വെളിയിലേക്ക് ഇറങ്ങി. ഇപ്പൊ മിലിറ്ററിക്കാരുടെ ഡ്രസ്സ് ആയതുകൊണ്ട് പുറത്ത് നിൽക്കുന്ന മിലിറ്ററിക്കാർക്ക് അവരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ എല്ലാവരും കൂടെ ഒരു വണ്ടിക്കകത്തേക്ക് കയറി. എന്നിട്ട് അതും കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് വേറെ ചില മിലിറ്ററിക്കാർ വന്നിട്ട് ആ വണ്ടി തടയുന്നത്. നിങ്ങൾ ആരാണ്? ഉടനെ തന്നെ നിങ്ങളുടെ ഹെൽമെറ്റ് മാറ്റേണ്ടതാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾ മെഡിക്കൽ ടീമിലുള്ളതാണ്, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ് എന്നാണ് വാക്കർ പറയുന്നത്. എന്നാൽ ആ മിലിറ്ററിക്കാർ അവരെ പോകാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ഹെൽമെറ്റ് മാറ്റി നിങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യണം എന്നാണ് ആ മിലിറ്ററിക്കാർ പറയുന്നത്. ഈ സമയം ബോബ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു തോക്കും എടുത്തിട്ട് വേഗം തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് അവൻ ആ ബിൽഡിങ്ങിന് മുമ്പിലേക്ക് ചെന്നിട്ട് ആ തോക്ക് ഇങ്ങനെ മുകളിലേക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ മിലിറ്ററിക്കാരും ഇപ്പൊ അവന്റെ പുറകിലാണ്. അങ്ങനെ എല്ലാവരും കൂടെ കൂട്ടത്തോടെ ബോബിന് നേരെ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ അവൻ താഴേക്ക് വീഴുകയും ചെയ്തു. ഇതെല്ലാം എലനയും കൂട്ടരും കാണുന്നുണ്ട്. അപ്പൊ അവൻ മരിച്ചു എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ വേഗം അവിടെ നിന്ന് സ്കൂട്ടായി. എന്നാൽ അവർ വിചാരിച്ച പോലെ അവൻ മരിച്ചിരുന്നില്ല. അത്രയും വെടി കൊണ്ടെങ്കിലും അവൻ പിന്നെ എഴുന്നേറ്റു. എന്നാൽ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ വായുവിലേക്ക് ഉയരാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ ആ മിലിറ്ററിക്കാരെല്ലാം വീണ്ടും അവനെ തുരുതുര അങ്ങനെ വെടിവെക്കുകയാണ്. പെട്ടെന്നാണ് അവൻ സൂപ്പർമാനെ പോലെ മുകളിലേക്ക് തെറിച്ചു പോകുന്നത്. അങ്ങനെ വളരെ വേഗത്തിൽ മുകളിലേക്ക് പോയി അവനിപ്പോ സിറ്റിയുടെ ഏറ്റവും മുകളിൽ നിൽക്കുകയാണ്. ഇവന് ഉയരം നല്ല പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഉയരത്തിലെത്തി കഴിഞ്ഞപ്പോൾ അവന് തല ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ പോയതിനേക്കാളും സ്പീഡിൽ അവൻ താഴേക്ക് വീഴാണ്. അവനിങ്ങനെ താഴേക്ക് വരുന്നത് എലനയും കൂട്ടരും കാണുന്നുണ്ട്. അപ്പൊ അവൻ ചില്ലറക്കാരനല്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ബാക്കിയുള്ള മിലിറ്ററിക്കാരും ഇത് തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ശക്തിയായിട്ട് അവൻ താഴേക്ക് വന്ന് പതിച്ചു. വലിയൊരു പൊട്ടിത്തെറിയാണ് പിന്നീട് നടക്കുന്നത്. അതിൽപ്പെട്ട് എല്ലാവരും അവിടെ നിന്ന് തെറിച്ചു പോവാണ്. മാത്രമല്ല ആ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്ന എലനയുടെയും കൂട്ടരുടെയും വണ്ടി മറിഞ്ഞു പോവുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ എലനയും കൂട്ടരും അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇപ്പൊ എലനയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ വാലന്റീനയാണ് ബോബിനെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. അവൾ നേരത്തെ കണ്ടെടുത്ത ആ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ പറഞ്ഞിരിക്കുന്ന ഒക്കെ ഇവന്റെ കാര്യമാണ്. അവൾ ഉടനെ തന്നെ ആ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് ബാക്കിയുള്ളവർക്കും കാണിച്ചു കൊടുത്തു. അവരതിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവനതിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഗോൾഡൻ ഗാർഡിയൻ ഓഫ് ഗുഡ് എന്നാണ്. ആയിരക്കണക്കിന് പൊട്ടിത്തെറിക്കുന്ന സൂര്യന്റെ ശക്തിയാണ് അവനുള്ളത്. അവന്റെ പേര് സെൻട്രി എന്നാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആ പേപ്പേഴ്സിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വാലന്റീനയുടെ ടീമെല്ലാം സെൻട്രി വന്ന് വീണ സ്ഥലത്താണ് നിൽക്കുന്നത്. അവനിപ്പോ ബോധമൊന്നുമില്ല. അവരെല്ലാവരും കൂടെ അവനെടുത്തിട്ട് ഒരു പെട്ടിയിലാക്കിയിട്ട് ഒരു ഹെലികോപ്റ്ററിലും തൂക്കിയിട്ട് നേരെ വാലന്റീനയുടെ ഒരു പുതിയ ബിൽഡിങ്ങിലേക്ക് പോവാണ്. ഇതേ സമയം തന്നെ എലനയും കൂട്ടരും ആ സ്ഥലത്തോട് ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. ഈ സമയത്താണ് എലനയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. അച്ഛനെ കണ്ടതും ഇനി അയാൾ കൂടെ ചേർന്ന പണിയാവെന്ന് കരുതിയിട്ട് എലനയും കൂട്ടരും അവിടെ താഴ്ന്നിരുന്നു. ഈ സമയം അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉറക്കെ ഒരു കാര്യം വിളിച്ചു പറയാണ്. നിങ്ങളെല്ലാവരും പോകുന്ന അപകടത്തിലേക്കാണ്. ആ വാലന്റീന നിങ്ങളെ കൊല്ലാനാണ് ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ വിളിച്ചു പറയുന്നത്. എന്നാൽ കാര്യങ്ങളൊന്നും കഴിഞ്ഞ കാര്യം അയാൾ ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാവരും ഇപ്പൊ അയാളുടെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ഇപ്പൊ എല്ലാ സൂപ്പർ ഹീറോയും ഒന്നിച്ചല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടീമിന് ഒരു പേരിട്ടാലോ എന്നാണ് റെഡ് ഗാർഡിയൻ ചോദിക്കുന്നത്. മാത്രമല്ല അയാൾ ഒരു ഊള പേര് പറയുകയും ചെയ്തു. എന്നാൽ ആ പേര് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വാക്കർ ഇപ്പൊ പുതിയൊരു പേര് നിർദ്ദേശിക്കുകയാണ്. ആ പേരാണ് തണ്ടർ ബോൾസ്. ഈ പേരിടാനുള്ള കാരണം ഈ എലന പണ്ടൊരു ഫുട്ബോൾ ക്ലബ്ബിലുണ്ടായിരുന്നു. ആ ക്ലബിന്റെ പേരാണ് തണ്ടർ ബോൾസ്. ആ കാര്യം അവൾ നേരത്തെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വാക്കർ ഇപ്പൊ ഇങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അത് ഓക്കെ ആയിരുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് 3 വണ്ടികളിലായിട്ട് കുറെ ആൾക്കാർ അവരുടെ അടുത്തേക്ക് വരുന്നത്. ഇത് ഇവരെ കൊല്ലാൻ വേണ്ടി ആ വാലന്റീന പറഞ്ഞയച്ചാണ്. വന്ന ഉടനെ തന്നെ അവര് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി.
ഇപ്പൊ ടീം തണ്ടർ ബോൾസ് അവന്മാരെയൊക്കെ തകർക്കാൻ വേണ്ടി ഒരു ശ്രമമൊക്കെ നടത്തി നോക്കുന്നുണ്ട്. എന്നാൽ അവരെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് തീരെ പ്രതീക്ഷിക്കാതെ ബക്കിയുടെ വരവ്. വാലന്റീനയുടെ അസിസ്റ്റന്റ് ആയ മെല്ലുമായിട്ട് കോൺടാക്റ്റിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു അറ്റാക്കിനെ കുറിച്ച് അവൻ അറിഞ്ഞത്. വന്ന ഉടനെ തന്നെ അവനിങ്ങനെ ഓരോ വണ്ടികൾ തകർക്കാൻ തുടങ്ങി. അങ്ങനെ 2 വണ്ടി തകർത്തിട്ടതിന് ശേഷം അവൻ ഒരു റോപ്പ് എടുത്തിട്ട് അവസാനത്തെ വണ്ടിയിലേക്ക് ഷൂട്ട് ചെയ്തു. അതിനുശേഷം അവന്റെ ബൈക്ക് നിർത്തിയിട്ട് അതിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ആ റോപ്പിൽ പിടിച്ച് വലിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ജയിലർ സിനിമയിൽ കണ്ട പോലെ വണ്ടിയാണെങ്കിൽ പെട്ടെന്ന് അവിടെ സ്റ്റക്കായിട്ട് മറിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ 3 വണ്ടികളുടെ പണി അവൻ തീർത്തു. ഇതൊക്കെ കണ്ട് ടീം തണ്ടർ ബോൾസ് ആകെ സന്തോഷത്തിലിരിക്കുകയാണ്. എന്നാൽ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ആ 3 വണ്ടികളും തകർത്തതിന് ശേഷം ബക്കി അടുത്തതായിട്ട് ഷൂട്ട് ചെയ്യുന്നത് അവരുടെ വണ്ടിക്ക് നേരെയാണ്. അതോടുകൂടെ ആ വണ്ടി അവിടെ നിന്ന് തെറിച്ചു പോവാണ്. ഇതേ സമയം തന്നെ വാലന്റീനയും കൂട്ടരും നേരെ പോയിരിക്കുന്നത് അവരുടെ ഒരു പുതിയ ബിൽഡിംഗിലേക്കാണ്. ഇത് നമ്മുടെ പഴയ അവഞ്ചേഴ്സ് ടവർ ആണ്. ഇവിടെയാണ് അവൾ പുതിയ സെറ്റപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പൊ അവൾ അങ്ങോട്ട് ചെന്നിട്ട് നേരെ പോകുന്നത് സെൻട്രിയെ കിടത്തിരിക്കുന്ന റൂമിലേക്കാണ്. അവനിപ്പോ ബോധമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങോട്ട് ചെന്ന ഉടനെ തന്നെ അവൾ സെൻട്രിയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി. അതായത് അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവനെ അവളുടെ സൈഡിലേക്ക് മാറ്റണം. അതാണ് അവളുടെ ശ്രമം. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സെൻട്രി ചോദിക്കുന്നത് യെലനെയും കൂട്ടരെയും കുറിച്ചിട്ടാണ്. കാരണം അവരാണല്ലോ അവനെ രക്ഷിച്ചത്. അതെല്ലാം കേൾക്കുമ്പോൾ വാലന്റീന പറയുന്നത്, നീ എന്തിനാണ് ഇപ്പൊ അവരെ കുറിച്ച് അന്വേഷിക്കുന്നത്? നീ ഒരു ഹീറോ ആണ്. എന്നാൽ അവരങ്ങനെയല്ല. അവരെല്ലാവരും ക്രിമിനൽസ് ആണ്, വില്ലന്മാര്. നീ ഒരിക്കലും അവരോട് കൂട്ടുകൂടാൻ പാടില്ല. നീ എന്റെ കൂടെ നിൽക്ക്. പിന്നെ നിനക്ക് നിന്റെ പാസ്റ്റിനെ കുറിച്ച് അറിയാലോ. നിന്റെ അമ്മയ്ക്ക് മെന്റലി പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ നീ ശരിക്കും ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടാണ് ജീവിച്ചത്. മാത്രമല്ല നീ ഡ്രഗ്സിന് അഡിക്റ്റും ആയിരുന്നു. ഇങ്ങനെയൊക്കെയായി നീ അവസാനം മരിക്കാൻ പോകുന്ന സമയത്താണ് നീ എന്റെ അടുത്തേക്ക് എത്തിയത്. എന്റെ അടുത്തേക്ക് വന്നതിന് ശേഷം നിന്റെ പഴയ കാലത്തെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഒഴിവാക്കി. ഇപ്പൊ നീ പുതിയൊരു മനുഷ്യനാണ്, ഒരു സൂപ്പർ ഹീറോ. ഇതൊക്കെ ഞാനാണ് നിനക്ക് തന്നത്. അതുകൊണ്ട് നീ എന്റെ കൂടെ തന്നെ നിൽക്കണം എന്നൊക്കെയാണ് വാലന്റീന അവന്റെ അടുത്ത് പറയുന്നത്. മാത്രമല്ല സംസാരിക്കുന്നതിനിടയിൽ അവൾ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവന്റെ കയ്യിലൊന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാലന്റീന ഇപ്പൊ അവളുടെ പഴയ കാലത്തെ ഒരു ഓർമ്മയിലേക്കാണ് പോയിരിക്കുന്നത്. ഇവനെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യിക്കാൻ പറ്റും എന്നൊക്കെ അവൾക്ക് പുതിയൊരു അറിവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞിട്ട് അവൾ വെളിയിലേക്ക് ഇറങ്ങി. അവൾ നേരെ പോകുന്നത് മെല്ലിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ രാവിലെ തന്നെ പത്രക്കാരെ ഇങ്ങോട്ട് വിളിക്കണം. നമ്മൾ എന്തിലാണ് ഇപ്പൊ എക്സ്പെരിമെന്റ് നടത്തുന്നത് എന്ന കാര്യം അവരെ അറിയിക്കണം. ഇത്രയും കാലം ഞാൻ ഇല്ലീഗലായിട്ട് എന്തൊക്കെയോ ചെയ്യായിരുന്നു എന്നല്ലേ പത്രക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ ആ ധാരണ മൊത്തം നമുക്ക് നാളെ തന്നെ മാറ്റിമറിക്കണം എന്നൊക്കെയാണ് വാലന്റീന പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ മെല്ലെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ മാഡം, നിങ്ങൾ ഏതോ ഒരുത്തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവന്റെ ശരീരത്തിലേക്ക് ഒരു സിറം കുത്തിവെച്ചു. അതിനെ തുടർന്ന് അവനിപ്പോ ക്യാപ്റ്റൻ അമേരിക്ക പോലെയായി. പക്ഷെ അവനായ എക്സ്പെരിമെന്റിന് സ്യൂട്ടായിരുന്നു. എന്നാൽ ബോബിനെ സംബന്ധിച്ച് അവൻ അങ്ങനെയല്ല. അവനിപ്പോ എന്ത് തരം പവറാണ് കിട്ടിയിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് അറിയത്തില്ല. അവനെക്കുറിച്ച് ഒന്നും അറിയാതെ നമ്മൾ അവനെ പത്രക്കാരുടെ മുമ്പ് കൊണ്ടുപോയി നിർത്തണോ എന്നാണ് മെല്ലെ ചോദിക്കുന്നത്. അതേക്കുമ്പോ, നീ എന്തിനാണ് ഈ ബോബിനെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നമ്മുടെ കയ്യിൽ സേഫ് ഗാർഡ് ഇല്ലേ? അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ആ റിമോട്ടിലെ ബട്ടണിലൊന്ന് ഞെക്കിയാൽ മതി. അതോടുകൂടെ അവന്റെ പണി തീർന്നോളൂ. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. നാളെ തന്നെ പത്രക്കാരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്ത് എന്നാണ് വാലന്റീന പറയുന്നത്. ഇതേ സമയം തന്നെ ബക്കിയാണെങ്കിൽ ടീം തണ്ടർ ബോൾസിനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ബക്കി ഇപ്പൊ വരെ പിടിച്ചിരിക്കുന്നത് ഇവരെല്ലാവരും കൂടെ വാലന്റീനയ്ക്കെതിരെ ഒരു തെളിവായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഈ കാര്യങ്ങളൊക്കെ ബക്കി അവരുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ അതെല്ലാം കേൾക്കുമ്പോൾ യെലന പറയുന്നത്, ശരിയാണ്, ഇത്രയും കാലം ഞങ്ങൾ വാലന്റീനയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. പക്ഷെ അവളെ ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ ആരും അവളുടെ കൂടെയല്ല. പക്ഷെ ഇപ്പൊ അവളുടെ കൂടെ വേറൊരുത്തനുണ്ട്, ബോബ് എന്നാണ് അവന്റെ പേര്. അവനിപ്പോ സെൻട്രി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹ്യൂമൻ ആണ്. അതുകൊണ്ട് ഞങ്ങളെ വിട്ടിട്ട് നീ അവനെ തടയാൻ നോക്ക്. അവൻ ഈ ലോകത്തിന് തന്നെ ഒരു ഭീഷണിയാണ് എന്നൊക്കെയാണ് യെലന പറയുന്നത്. എന്നാൽ അതൊന്നും കേട്ടിട്ട് ബക്കി മൈൻഡ് ചെയ്യുന്നില്ല. ഈ സമയത്താണ് ബക്കിക്ക് ഒരു കോള് വരുന്നത്. അത് മെല്ലായിരുന്നു. അവള് പറയുന്നതും ഈ സെൻട്രിയുടെ കാര്യമാണ്. നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ഒരു പവർ അല്ല ഈ സെൻട്രിക്ക്. നാളെ രാവിലെ ഒരു പ്രസ് മീറ്റ് നടത്തുന്നുണ്ട്. വാലന്റീന സെൻട്രി അവരുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഒരു ടീമായിട്ട് വന്നിട്ട് എങ്ങനെയെങ്കിലും സെൻട്രിയെ പിടിക്കണം എന്നൊക്കെയാണ് മെല്ലെ പറയുന്നത്. അവളും കൂടെ ആ കാര്യം പറയുമ്പോൾ ഇപ്പൊ ബക്കിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമായി. അതുകൊണ്ട് തന്നെ ആ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ബക്കി വന്നിട്ട് എല്ലാവരുടെയും കെട്ടുകൾ അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ അവരൊരു ടീമായിട്ട് വാലന്റീനയെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതേ സമയം തന്നെ വാലന്റീന ആണെങ്കിൽ ബോബിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ടേബിളിലായിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അവൾ പറഞ്ഞതിനെ തുടർന്ന് അവൻ ആ വെള്ളത്തിനേരെ കൈ നീട്ടി. എന്നാൽ അവൻ കൈ നീട്ടി കഴിഞ്ഞതും ആ ഗ്ലാസ് ഇങ്ങനെ മൂവ് ആവാൻ തുടങ്ങി. കുറച്ച് സമയം മൂവ് ആയതിനു ശേഷം അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അതായത് ബോബിന് അവന്റെ മനസ്സുകൊണ്ട് എന്ത് സാധനത്തിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ അവന് ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ അവനൊരു ഞെട്ടലായിരുന്നു. ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് അവൻ വാലന്റീനയുടെ അടുത്ത് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ, ഇത് മാത്രമല്ല ബോബ്, നിനക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നിന്റെ ശക്തിക്ക് ഒരതിരുമില്ല. ഇവിടുത്തെ നാട്ടുകാരുടെ വിചാരം അവർക്ക് എല്ലാവർക്കും നിന്നെ അറിയാമെന്നാണ്. നീ വെറും ഒരു ബോബാണ് എന്നാണ് അവരുടെ വിചാരം. എന്നാൽ നീ യഥാർത്ഥത്തിൽ ആരാണെന്നും നിന്റെ ശക്തി എന്താണെന്നും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെയാണ് വാലന്റീന പറയുന്നത്. അവൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അവന് വല്ലാത്തൊരു ആത്മവിശ്വാസമായിരുന്നു. ഇപ്പൊ തന്നെ കൊണ്ട് എന്തിനും സാധിക്കും എന്ന കാര്യം അവന് പൂർണ്ണ ബോധ്യമായി.
ഇതേസമയം ഇതിന്റെ ബക്കിയും കൂട്ടരും വാലന്റീനയെ അന്വേഷിച്ച് അവരുടെ ബിൽഡിങ്ങിന്റെ അടുത്തെത്തി. അവർ വന്ന വണ്ടി വെച്ചിട്ട് അവർ ആ ബിൽഡിങ്ങിനകത്ത് ഇടിച്ചു കയറാണ്. ഈ സമയത്താണ് വാലന്റീനയുടെ കുറെ സെക്യൂരിറ്റീസ് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ബക്കിയും ടീമും ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സെക്യൂരിറ്റീസിനെ മൊത്തം ഇടിച്ചിട്ടു. ഈ സമയത്താണ് വാലന്റീന അവരെ വിളിക്കുന്നത്. ഉടനെ തന്നെ മുകളിലേക്ക് കയറി വരാനാണ് വാലന്റീന താഴെയുള്ള മൈക്കിലൂടെ വിളിച്ചു പറയുന്നത്. അങ്ങനെ എല്ലാവരും ഇപ്പം മുകളിലെത്തി. തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാണ് ഇവർ വന്നിരിക്കുന്നത് എന്ന കാര്യം വാലന്റീനയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളിപ്പോ സെൻട്രയും കൂടെ അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. അവനിപ്പം പുതിയൊരു സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവനങ്ങോട്ട് വിളിച്ചതിന് ശേഷം വാലന്റീന പറയുന്നത്, നിങ്ങൾ എന്നെ പിടിച്ചോണ്ട് പോകാനല്ല വന്നിരിക്കുന്നത്, പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഇവനെ തോൽപ്പിക്കേണ്ടി വരുന്നതാണ്. അങ്ങനെ വാലന്റീനയുടെ നിർദ്ദേശപ്രകാരം സെൻട്രി ഉടനെ തന്നെ ചെന്നിട്ട് എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ബക്കിയും ടീമും അവരെ കൊണ്ടാവുന്ന രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്ക് ആർക്കും സെൻട്രിയുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ അവൻ എല്ലാത്തിനും ഇടിച്ചു വീഴ്ത്താണ്. ഇനിയിപ്പോൾ അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. അത് കാണുമ്പോൾ നീ എന്താ നോക്കി നിൽക്കുന്നത് സെൻട്രി, അവരെല്ലാവരെയും കൊല്ല്, അതാണ് നിന്റെ മിഷൻ എന്നാണ് വാലന്റീന പറയുന്നത്. അതേക്കുമ്പോൾ ഞാൻ എന്തിനാ അവരെ കൊല്ലണം, എന്നെ സംബന്ധിച്ച് അവരെനിക്കൊരു ത്രെട്ട് പോലും അല്ല എന്നാണ് സെൻട്രി പറയുന്നത്. അതേക്കുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, ഞാനാണ് നിന്റെ ബോസ്, ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ എന്നാണ് വാലന്റീന പറയുന്നത്. എന്നാൽ സെൻട്രി അതിന് സമ്മതിക്കുന്നില്ല. അപ്പൊ താൻ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ അവനെ വീഴ്ത്താൻ വേണ്ടി വാലന്റീന നൈസായിട്ട് ആ റിമോട്ട് എടുത്തു. എന്നാൽ അവൾ അതിലെ ബട്ടണിൽ ഞെക്കുന്നതിന് മുമ്പ് തന്നെ സെൻട്രി അവളുടെ കഴുത്തിന് പിടിച്ചു. അതോടുകൂടെ അവളുടെ കയ്യിൽ നിന്ന് ആ റിമോട്ട് താഴേക്ക് വീണു. അങ്ങനെ സെൻട്രി അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് മെല്ലെ അങ്ങോട്ട് വരുന്നത്. അവൾ വന്ന ഉടനെ തന്നെ ആ റിമോട്ട് എടുത്തിട്ട് അതിനെ ബട്ടണിൽ ഞെക്കി. അതോടുകൂടെ സെൻട്രി ആണെങ്കിൽ താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ അവനെ വീഴ്ത്തിയതിനു ശേഷം ഇവന്റെ ബോഡി ക്ലിയർ ചെയ്തിട്ട് ബാക്കി എല്ലാവരെയും കൊന്നു കളയാൻ പറഞ്ഞതിന് ശേഷം വാലന്റീന മെല്ലനെയും കൂട്ടി അവിടുന്ന് പോവാണ്. എന്നാൽ അവര് വിചാരിച്ച പോലെ സെൻട്രി മരിച്ചിട്ടില്ല. എന്നാൽ അവന്റെ രൂപത്തിൽ മൊത്തം ഒരു മാറ്റം വന്നിട്ടുണ്ട്. അവൻ മൊത്തത്തിൽ കറുത്തിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ വാലന്റീനയും കൂട്ടരും വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയത്താണ് അവരൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അവരുടെ ആ ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് സെൻട്രി ഇങ്ങനെ വായുവിൽ നിൽക്കുന്നുണ്ട്. അവന്റെ രൂപം മൊത്തം കറുത്തിരിക്കുകയാണ്. അതൊക്കെ കണ്ട് അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ഒരു മിലിറ്ററിക്കാരൻ അവന് നേരെ ഷൂട്ട് ചെയ്യുന്നത്. അത് കണ്ട ഉടനെ സെൻട്രി അയാൾക്ക് നേരെ കൈ ഉയർത്തി. അതോടുകൂടെ ആ പട്ടാളക്കാരൻ മൊത്തം നിഴലായി പോവാണ്. ഈ സമയം അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി 2 ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നുണ്ട്. അത് കണ്ട ഉടനെ സെൻട്രി അവന്മാർക്ക് നേരെയും കൈ ഉയർത്തി. അതോടുകൂടെ അവന്മാര് നിഴലായി പോയി. അങ്ങനെ അവന്മാര് നിഴലായി കഴിഞ്ഞപ്പം ഹെലികോപ്റ്റർ ആണ് ഈ കൺട്രോൾ തെറ്റിയിട്ട് അവിടെയുള്ള ഒരു ക്രെയിനിലാണ് ചെന്നിരിക്കുന്നത്. അതോടുകൂടെ അവിടെയുള്ള മുഴുവൻ സാധനങ്ങൾ ഇടിഞ്ഞുപൊളിഞ്ഞ് താഴേക്ക് വീഴാൻ തുടങ്ങി. ഈ സമയം തണ്ടർ ബോൾസിൽ എല്ലാവരും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും ഇപ്പൊ താഴെ നിൽക്കുന്ന സിവിലിയൻസിനെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരാണെങ്കിൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന കാണുമ്പോൾ പേടിച്ച് പരക്കം പായാൻ തുടങ്ങി. അതിനിടയിലാണ് വലിയൊരു കോൺക്രീറ്റ് കഷ്ണം താഴേക്ക് വീഴുന്നത്. അതിന്റെ അടിയിൽ ഒരു ലേഡി കിടക്കുന്നുണ്ട്. ഇപ്പൊ ആ കോൺക്രീറ്റ് കഷ്ണം ആ ലേഡിക്ക് നേർക്കാണ് മറിയുന്നത്. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ജൂനിയർ ക്യാപ്റ്റൻ അമേരിക്ക അങ്ങോട്ട് വന്നു. അവനിപ്പം ആ ബ്ലോക്ക് തടയാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല. അത് കണ്ട ഉടനെ തണ്ടർ ബോൾസിലെ ബാക്കി എല്ലാവരും അങ്ങോട്ട് എത്തി. അങ്ങനെ അവരെല്ലാവരും കൂടെ ആ കോൺക്രീറ്റ് കഷ്ണം അപ്പുറത്തേക്ക് മറിച്ചിട്ടു. ഇതെല്ലാം അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരും കാണുന്നുണ്ട്. ഇപ്പൊ സിറ്റിയിൽ പുതിയ സൂപ്പർ ഹീറോസ് അവതരിച്ചത് കണ്ട് അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. അവരെല്ലാവരും ഇങ്ങനെ കൂട്ടത്തോടെ കൈയടിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് സെൻട്രി വീണ്ടും അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ അവിടെയുള്ള മുഴുവൻ ആൾക്കാരെ ഇങ്ങനെ നിഴലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവനിങ്ങനെ വരുന്നതിനനുസരിച്ച് സിറ്റിയുടെ ഭാഗങ്ങൾ മൊത്തം അവന്റെ നിഴലിന്റെ ഇടയിലായി പോകുന്നുണ്ട്. അതിനിടയിൽ പെടുന്ന ആൾക്കാർ മൊത്തം അപ്രത്യക്ഷമായി പോവാണ്. അത് കണ്ട ഉടനെ തന്നെ തണ്ടർ ബോൾസിൽ എല്ലാവരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ യെലന മാത്രം ഓടുന്നില്ല. അവളിപ്പോ നേരെ പോകുന്നത് ആ നിഴലിന്റെ ഉള്ളിലേക്കാണ്. അതോടുകൂടെ അവൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ അവളുടെ ചീത്ത ഓർമ്മകളിലാണ് അവൾ എത്തിച്ചേരുന്നത്. എന്നാൽ ഇത്തവണ ഓരോ ഓർമ്മയല്ല, ഓരോരോ ഓർമ്മകളിൽ നിന്ന് അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവൾ വീണ്ടും പല പല ഓർമ്മകളിലേക്ക് എത്തിപ്പെടുകയാണ്. അങ്ങനെ അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവൾ പിന്നെയും മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ അവസാനം അവൾ എത്തിച്ചേരുന്നത് സെൻട്രിയുള്ള ഒരു സ്ഥലത്തേക്കാണ്. അവന്റെ പഴയ രൂപത്തിന് മുമ്പിലാണ് അവളിപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് ഒറ്റപ്പെട്ട് വേദനയോടെ ജീവിക്കുന്ന അവന്റെ അടുത്തേക്ക്. അപ്പൊ അവന്റെ ഈ ഒറ്റപ്പെടലിന്റെ വേദനയാണ് ഈ കറുത്ത രൂപത്തിലുള്ളത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതായത് അവന്റെ ഈ അവസ്ഥയെ നമുക്ക് വോയിഡ് എന്നോ അല്ലെങ്കിൽ ശൂന്യത എന്നോ വിളിക്കാം. അപ്പൊ ഈ വോയിഡിനെ ഒഴിവാക്കണം, എങ്കിൽ മാത്രമേ അവൻ ഇതിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ അവളിപ്പം അവൻ ഓരോന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് ആ വോയിഡ് വന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നത്. എന്ത് കാണിച്ചിട്ടും അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ആ റൂമിലുണ്ടായിരുന്ന സാധനങ്ങൾ മൊത്തം അവരിങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് തണ്ടർ ബോൾസിലെ ബാക്കി എല്ലാവരും അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് അവരെ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷിച്ചു. അങ്ങനെ അവസാനം അവർ എത്തിച്ചേരുന്നത് ഒരു എക്സ്പെരിമെന്റ് നടക്കുന്ന റൂമിലാണ്. ഇവിടെയാണ് ബോബിന് ആദ്യമായിട്ട് എക്സ്പെരിമെന്റിന് വേണ്ടി കൊണ്ടുവന്നത്. ഇപ്പൊ അവരെ നോക്കുമ്പോൾ അവന്റെ ആ കറുത്ത രൂപം അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ അവരങ്ങോട്ട് വന്ന് കാണുമ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റ് വന്നതിന് ശേഷം ബാക്കി എല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവരെല്ലാവരെയും അവൻ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതും കൂടെ കാണുമ്പോൾ ബോബിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവൻ നേരെ അവന്റെ ആ കറുത്ത രൂപത്തിന് നേരെ ഓടിച്ചെല്ലാണ്. എന്നിട്ട് അവനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. ഇത് തന്നെയായിരുന്നു ആ കറുത്ത രൂപത്തിന് വേണ്ടിയിരുന്നത്. അങ്ങനെ അവൻ ആ കറുത്ത രൂപത്തിനെ ഉപദ്രവിക്കുന്നതനുസരിച്ചിട്ട് അവിടെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ തുടങ്ങി. ഇതെല്ലാം ബാക്കിയുള്ളവരും കാണുന്നുണ്ട്.
ഇപ്പൊ ബോബ് അവനെ ഉപദ്രവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. മാത്രമല്ല ഇതിങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ പ്രശ്നമാവും. അതുകൊണ്ട് അവനെ തടഞ്ഞേ പറ്റൂ. അതിനുവേണ്ടി യെലന കഷ്ടപ്പെട്ട് ആ ലോക്കിൽ നിന്ന് ഇറങ്ങി നേരെ അവന്റെ അടുത്തേക്ക് ഓടി. എന്നിട്ട് അവനെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഈ സമയം ബാക്കിയുള്ളവരും ആ ലോക്കൊക്കെ പൊട്ടിച്ച് അവരുടെ അടുത്തേക്ക് എത്തി. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ബോബിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുകയാണ്. അങ്ങനെ ബോബിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ നോർമൽ ആവാൻ തുടങ്ങി. സിറ്റിയിൽ നിന്നും ആ കറുത്ത നിഴൽ അപ്രത്യക്ഷമായി. മാത്രമല്ല ബാക്കി എല്ലാവരും അവരുടെ പഴയ സ്ഥാനത്തേക്ക് എത്തി. പിന്നെ അവിടെ നിന്ന് നിഴലുകളായി പോയ ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം തിരിച്ചു വരികയും ചെയ്തു. എന്നാൽ ഈ സമയത്താണ് ബോബിന് മൊത്തത്തിലൊരു മാറ്റം വരുന്നത്. ഇപ്പൊ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന കാര്യം അവന് ഓർമ്മയില്ല. ആ കാര്യം മനസ്സിലായതുകൊണ്ട് ബാക്കി ആരും അവനോട് അത് പറയാനും പോകുന്നില്ല. ഈ സമയത്താണ് അവർ വാലന്റീനെ കാണുന്നത്. അവളെ കണ്ടതും അവരെല്ലാവരും കൂടെ അവളെ പിടിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പോവാണ്. എന്നാൽ അത് കണ്ട ഉടനെ വാലന്റീൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവൾ നേരെ പോകുന്നത് അവിടെ കൂടി നിൽക്കുന്ന പത്രക്കാരുടെ അടുത്തേക്കാണ്. ഇപ്പൊ പത്രക്കാരൊക്കെ അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ തണ്ടർ ബോൾസിൽ ആരും ഇപ്പൊ അവളെ പിടിക്കുന്നില്ല. എന്നാൽ ഈ സമയം വാലന്റീനെ ആണെങ്കിൽ പ്ലേറ്റ് മൊത്തത്തിൽ അങ്ങോട്ട് തിരിച്ചു. അവളിപ്പോ പത്രക്കാരുടെ അടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും വിചാരിച്ചിരുന്നത് ഞാൻ എന്തോ ഇല്ലീഗലായിട്ട് ഇവിടെ ചെയ്യായിരുന്നു എന്നല്ലേ. എന്നാൽ സത്യത്തിൽ അതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മളെ രക്ഷിക്കാൻ ഇപ്പോൾ ഒരു അവഞ്ചേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതുപോലെ ഒരു സൂപ്പർ ഹീറോസിനെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇത് അവരെ പരിചയപ്പെടുത്തുന്നു. ഇതാണ് നമ്മുടെ പുതിയ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവളെ തണ്ടർ ബോൾസിലെ എല്ലാവരെയും പത്രക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ അവിടെ കൂടി നിൽക്കുന്നവരൊക്കെ കൈയടിക്കാൻ തുടങ്ങി. എന്നാൽ അങ്ങനെ അവരെ പരിചയപ്പെടുത്തിയെങ്കിലും യെലന നേരെ വാലന്റീനയുടെ അടുത്തെത്തി. എന്നിട്ട് സ്വകാര്യമായിട്ട് അവളുടെ അടുത്തൊരു കാര്യം പറയാണ്. നീ അത്രയ്ക്ക് അങ്ങോട്ട് മിടുക്കിയാവല്ലേ, ഇത് കഴിഞ്ഞ നിന്നെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവാണ് എന്നാണ് വാലന്റീന പറയുന്നത്. അത്രയും വാലന്റീനയുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം അവള് പത്രക്കാരെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്. അതെ, പുതിയ അവഞ്ചേഴ്സ് ഇവിടെ ഉടലെടുക്കുകയാണ്. അങ്ങനെ 14 മാസങ്ങൾ കഴിഞ്ഞു. ഗവൺമെന്റ് തന്നെ ഇവരെ പുതിയ അവഞ്ചേഴ്സ് ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ടല്ലോ, സാം, അവൻ ആ കാര്യം കണ്ട് ദഹിച്ചിട്ടില്ല. അവൻ അതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. മാത്രമല്ല പബ്ലിക്കൊക്കെ ചോദിക്കുന്നത് ശരിക്കും ആരാണ് അവഞ്ചേഴ്സ് എന്നാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ സാം ആണെങ്കിൽ ആ പേരിന് വേണ്ടി ഒരു കോപ്പിറൈറ്റ് ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് അവിടെ ഒരു അലേർട്ട് വരുന്നത്. മറ്റൊരു ഡയമെൻഷനിൽ നിന്നൊരു സ്പേസ് ഷിപ്പ് അങ്ങോട്ട് വരുന്നുണ്ട് എന്നാണ് അതിൽ കാണിക്കുന്നത്. അവർക്കിപ്പം അവിടുത്തെ ടിവിയിൽ ആ സ്പേസ് ഷിപ്പ് കാണാനും പറ്റുന്നുണ്ട്. അതെ, ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഷിപ്പായിരുന്നു അത്. അത് കണ്ട് അത്ഭുതത്തോടെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.